മൈൻഡ് ഉള്ളവരാരും എൻ്റെ കൂടെ വന്ന് കൂട്ടുകൂടാനേ വരരുത്. അത് ഞാൻ മുൻകൂറായിട്ട് പറയുക. എന്തിനാ പാവം പിടിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഇടങ്കോലിടുന്നതെന്ന് ഞാൻ ഒന്ന് പറയുക. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് സത്യം പറഞ്ഞ വേദന തോന്നും. നമുക്ക് ആ പൈസ കൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ, വാഹനത്തിന് കൊടുക്കുമ്പോൾ, ഭക്ഷണത്തിന് കൊടുക്കുമ്പോൾ അതിന് ഉപയോഗം വേണം. ഉപയോഗം വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെയും കൂടെ നമ്മളത് ജീവിക്കുവാണ്, നമുക്കും കൂടെ അത് സന്തോഷം ഉണ്ടാകണം. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് നമ്മൾ മറ്റൊരാൾക്ക് വണ്ടിക്കും വള്ളത്തിനും ഒക്കെ കൊടുക്കുന്നുണ്ടേ, ആ കൊടുക്കുന്ന പണത്തിനെ നമ്മളൊരു ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് ശരിക്കും പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ആരെയും കൂടെ കൂട്ടത്തില്ല, ഒരു കൂട്ടുകാരെ പോലും കൂട്ടത്തില്ല, ഇങ്ങനെ അങ്ങ് പോകും. അഥവാ കൂട്ടുകാരെ കൂട്ടുവാണെങ്കിൽ ധൃതിയൊന്നും ഇല്ലാത്തവരെ മാത്രമേ ഞാൻ കൂടെ കൂട്ടുള്ളൂ. അതാകുമ്പോൾ കുഴപ്പമില്ല, അവർ നമ്മുടെ കൂടെ അങ്ങനെ നിന്നോളൂ. എന്തൊരു ആശ്വാസമാണെന്നറിയാവോ? നമുക്കൊരു ആശ്വാസം കിട്ടും. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ഓരോ നിമിഷവും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓരോ നിമിഷവും എൻ്റെ കൂടെ വരുന്നവർ എന്ത് ചെയ്യണം? ബന്ധങ്ങളില്ലാത്തവരായിരിക്കണം. അത് പൂച്ചയോടായാലും പട്ടിയോടായാലും മനുഷ്യനോടായാലും യാതൊരു ബന്ധങ്ങളും ഉണ്ടാക്കി വെക്കാത്തവരായിരിക്കണം എൻ്റെ കൂടെ വരുന്നത്. ദേവി ഒരു യൂണിവേഴ്സിറ്റിയാണ്, അറിവിൻ്റെ നിറകുടം. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതല്ല, നിങ്ങൾക്ക് ഇനി ബന്ധങ്ങളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരരുത്. എന്നെ നോക്കി എന്നെ വിട്ടേക്കണം. ഞാൻ പോകുന്ന പോക്കിൽ പോകട്ടെ എന്ന് കരുതണം. ചത്താലെന്ത്, ജീവിച്ചാലെന്ത്? ചാവുമെന്നെങ്കിൽ നാളെ തന്നെയുള്ളൂ. ചാവുമെന്നെങ്കിൽ ചാവട്ടെ എന്നും കരുതാം. നിങ്ങൾക്ക് എന്നേക്കാൾ വലുത് മറ്റു പലരെയല്ലയോ, എന്നെ അല്ലല്ലോ. അപ്പൊ പിന്നെ ആ ആളിന്റെ ഒപ്പം അങ്ങ് പോകണം.